റാഗിങ്ങിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് സ്റ്റാർ റാഗിങ്ങില് നിങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി എത്തിയിരിക്കുന്ന അതിഥി മറ്റാരുമല്ല, മലയാള മിമിക്രി വേദിയിൽ നിന്നും മലയാള സിനിമയിൽ കൊച്ചു കൊച്ചു കഥാപാത്രങ്ങൾക്ക് ജീവനേകി പിന്നീട് വലിയ വലിയ കഥാപാത്രങ്ങളായി. ഈ വലിയ വലിയ കഥാപാത്രങ്ങളിൽ നിന്ന് ഏറ്റവും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം കരസ്ഥമാക്കിയ മലയാള സിനിമയുടെ പ്രിയപ്പെട്ട താരം, പ്രിയപ്പെട്ട നടൻ ശ്രീ സലിം കുമാർ. സാധാരണ ഞങ്ങള് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറം ഇപ്പുറം പിന്നെ ഒരു 3 പ്രാവശ്യം ആ ഒരു ചടങ്ങ് ഇരിക്കും ദിവസം. ഞാൻ കുറെ സലിം കുമാർ എന്ന് പറയുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ കുറച്ചുകൂടി കൂടുതൽ പറയാന്നൊക്കെ ആഗ്രഹിച്ചാണ്. ഒന്നുമില്ല പറയാനായിട്ട്. ഇല്ല, സലീമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ വാക്കുകളില്ല, വാക്കുകളിങ്ങനെ മുട്ടിപ്പോയി. നല്ലത്, വേറെ വല്ലതൊക്കെ മുട്ടാതിരുന്നത് നല്ലത്. അപ്പൊ മുട്ടുവിൻ തുറക്കപ്പെടുന്നല്ലേ? അതെ. ഏതായാലും ഇന്ന് സ്റ്റാർ റാഗിങ്ങില് സാധാരണ താരങ്ങൾ വരുമ്പോ സ്റ്റാർ റാഗിങ്ങിൽ വരുമ്പോ പറയാറ് ഞങ്ങൾക്ക് ഒന്ന് കൊലവിളിക്കരുത് കേട്ടോ എന്നാ. പക്ഷെ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സലീമാണ് പറഞ്ഞത് എന്ത് ചോദ്യം വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും ചോദിച്ചു. ഞാൻ അവർ ആദ്യം പറഞ്ഞോട് വന്നപ്പോ തന്നെ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് എന്നെ സുഖിപ്പിക്കുന്ന ഒരു ചോദ്യങ്ങൾ എനിക്ക് ഇഷ്ടമല്ല. എന്നാൽ ഒരു സുഖമൊക്കെ കേൾക്കുന്നത്, സത്യസന്ധമായ സുഖങ്ങൾ കേൾക്കുന്നത് അതൊരു സുഖമാണ്. അതിലുപരിയായിട്ട് സത്യസന്ധമായ തുറന്നു പറയുന്നവരോടാണ് എനിക്ക് കൂടുതൽ സ്നേഹം. അതിലിപ്പോ ഞാൻ മോശമാണെന്ന് പറയുന്നതിൽ നല്ലതാണെന്ന് പറയുന്നതിന് 2 വശങ്ങളുണ്ടാവും. അതെ, ഒരു നാണയത്തിന് 2. ആ 2ഉം എനിക്ക് മനസ്സിലാക്കി തന്നെ നിങ്ങൾ അത്രമാത്രം. മിമിക്രിയിലാണെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിലാണെങ്കിലും പോകുമ്പോ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മളെല്ലാവരും കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ എല്ലാവരും ഒരുമിച്ചിരുന്ന് വളഞ്ഞെന്ന് പ്രാർത്ഥിക്കുമ്പോ സലീം ഇങ്ങനെ ചിലപ്പോൾ അങ്ങോട്ട് മാറിയിരിക്കും. പിന്നെ ദിലീപ് തല്ലിയിട്ടുണ്ട് അമേരിക്കയിൽ വെച്ചിട്ട്. അത് നീ ഉണ്ടായില്ല. കാരണം എല്ലാവരും പ്രാർത്ഥിക്കുന്ന സമയത്ത് ദിലീപിന്റെ പ്രാർത്ഥന കുറച്ച് ഒച്ചത്തിലായി. അപ്പോ ഞാൻ ചിരിച്ചുപോയി, കാരണം പ്രാർത്ഥിക്കുന്ന പരിപാടിക്കുണ്ട്. അങ്ങനെ ദിലീപിനെ അടിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ദൈവത്തിൽ വിശ്വാസമുള്ള ആളാണ്. പക്ഷെ ദൈവം അമ്പലത്തിലും പള്ളിയിലിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതെല്ലായിടത്തും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ സലീം കുമാർ അമ്പലത്തിൽ പോകാറില്ല? അമ്പലത്തിൽ ഞാൻ അങ്ങനെ ഒരു അമ്പലത്തിൽ സ്ഥിരമായിട്ട് പോകുന്ന ഒരാളല്ല. പള്ളിയിൽ പോവാറുണ്ട്, അമ്പലത്തിൽ പോവാറുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പോവാറുണ്ട്. പക്ഷെ ഇന്ന സ്ഥലത്ത് ഇന്ന വഴിപാട് നടത്തണം അതൊന്നും ഞാൻ ചെയ്യാറില്ല. കാരണം അതെന്ന് വെച്ചാല് പലരും വന്നിട്ട് എന്റെ വീട്ടിൽ വന്നിട്ട് പറയും അമ്പലം പണിയാൻ പൈസ വന്നു. ഞാൻ പറയും തരാൻ പറ്റില്ല. കാരണം ഞാൻ ദൈവത്തിന് വെല്ലുവിളിക്കുന്നത് തുല്യമാണ്. കാരണം എനിക്കൊരു വീട് വെച്ച് തന്നെ ഭഗവാനെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോ ഭഗവാന് ഒരു വീട് വെച്ച് തരാൻ ഞാൻ പൈസ എടുത്ത് കൊടുക്കുമ്പോ ആ ഭഗവാൻ തോന്നുന്നു, കാരണം ഇങ്ങനെ ആള് ശരിയല്ലല്ലോ, എന്നെ വെല്ലുവിളിക്കുന്നു. അപ്പൊ അത്തരത്തിൽ ദൈവങ്ങളെ താത്തി കിട്ടുന്നതിനോട് എനിക്ക് എതിർപ്പുണ്ട്. അമ്പലങ്ങളിൽ വിശ്വാസമില്ല? അല്ല, അങ്ങനെ പോകാറില്ല? വിശ്വാസമില്ലെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് വിശ്വാസം, നല്ല വിശ്വാസമുണ്ട്, പോകാറില്ല. പക്ഷെ ഈ ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ട് സലീം കുമാർ, അപ്പൊ ഈ സലീം എന്ന് പറഞ്ഞ പേരില് അവിടുത്തെ ഗൾഫുകാർ വിചാരിച്ചിരിക്കുന്നത്, പ്രത്യേകിച്ച് മുസ്ലിംസ്, ഒരു കുറച്ച് സ്പിരിറ്റ് കൂടുതലുള്ള ആൾക്കാർ വിചാരിക്കും സലീം നമ്മുടെ ആളാ. അതെ, സലീം നമ്മുടെ ആളാട്ടോ. ആ പേരുണ്ടല്ലോ, കുറെ ആൾക്കാരെ പറഞ്ഞു പറ്റിച്ചിട്ടില്ലേ കുറെ ഗൾഫുകാരെ? ഗൾഫിലെന്തിന്, ഇവിടെ തന്നെ അത് ധാരാളം ഉണ്ട്. പലരും വിചാരിക്കുന്നുണ്ട് ഞാൻ മുസ്ലിമാണെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ ഇക്കാന്ന് വിളിച്ചാലും ഞാൻ വിളിയേക്കും, ചേട്ടാന്ന് വിളിച്ചാലും ഞാൻ വിളിയേക്കും. ഞാൻ പറഞ്ഞു എനിക്കതിന് സെപ്പറേഷനൊന്നും അന്ന് ഇന്ന് ചെറുപ്പത്തിൽ ഞാൻ കൊടുത്തിട്ടില്ല. അതാരും എന്നെ പഠിച്ചതല്ല. എന്റെ തന്നെ എനിക്ക് തോന്നി അങ്ങനെ ഇതിൽ സെപ്പറേഷനൊന്നും ഇല്ലെന്ന് എനിക്ക് അന്നേ തോന്നിയതാണ്. ഗൾഫിൽ നിന്ന് ശരിക്കും ഒരു കഥയുണ്ട് അതിന്. അല്ല, പക്ഷെ ഞാൻ പറഞ്ഞത് ഈ സലീമിക്ക എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോ ഗൾഫിലൊക്കെ ചെല്ലുമ്പോ അത് പലപ്പോഴും മുതലെടുത്തിട്ടില്ലേ? മുതലെടുത്തിട്ടുണ്ടോന്ന് വെച്ചാല് ഒരു 3-5 സ്ഥലങ്ങളിൽ ഞാൻ മുതലെടുത്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇക്കായാണെന്ന് പറഞ്ഞുകൊണ്ട് ചില ഗിഫ്റ്റുകളൊക്കെ കൊണ്ടുവന്ന് തരുമ്പോ അതൊക്കെ അല്ല, ഇക്കായാണെന്ന് കരുതിയിട്ട് എനിക്ക് ആരും അങ്ങനെ ഗിഫ്റ്റ് ഒന്നും തന്നിട്ടില്ല. അല്ലാതെ അനുഭവം ഉണ്ടോ? അല്ലാതെ അനുഭവമുണ്ട്, ഇക്കാണെന്ന് കരുതിയിട്ടില്ല. പിന്നെ അതിന് മുമ്പ് ഒരു ചെറിയ സ്റ്റോറി കൂടി പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു സുന്നത്ത് ചെയ്ത ഹിന്ദുവാണ്. അത് ചെറുപ്പത്തിലെ എല്ലാ കുട്ടികളൊക്കെ ചെയ്യുന്ന സംഭവം തന്നെയാണ്. അപ്പൊ എനിക്ക് കുറച്ച് പ്രായമായിട്ടാണ് മാത്രം. അപ്പോ ഗൾഫിൽ ചെന്നപ്പോ അതിനെ പറഞ്ഞ സർക്കസ് ഫ്രണ്ട്സ് എന്നാണ് പറഞ്ഞ. മുസ്ലിം ലാംഗ്വേജിലെ സുന്നത്ത് എന്ന് പറയും. ഈ ഡോക്ടർമാരെ എഴുതുമ്പോ സർക്കസ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് എഴുതും അത്. അപ്പൊ എന്റെ 2 കുട്ടികളുടെ അങ്ങനെ തന്നെയാണ്. അതങ്ങനെ കൃത്യമായിട്ട് പറയാൻ കാരണം ഈ ഒരു
സർജറി സർക്കംസ്റ്റൻസ് സർജറി എന്ന് പറഞ്ഞിട്ട് അതിന്റെ ബില്ലൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലായത് എനിക്ക് ഒരു 18 വയസ്സ് ചെയ്ത സംഭവമാണ്. ഇപ്പോഴത്തെ ആളുകൾ കുറച്ചും കൂടി ഇവരുള്ള ആൾക്കാർ നേരത്തെ ചെയ്യുന്നു. ഇത് കഴിഞ്ഞൊരാളാണ് ഞാൻ. അപ്പൊ ഞാൻ ഗൾഫിൽ ആദ്യമായിട്ട് പോയാണ്. പിന്നെ അദൃഷ്ട തന്നെയാണ് അതിന്റെ കാരണക്കാരൻ. ഗൾഫിൽ ആദ്യമായിട്ട് ഓസ്കർ ബേബിയുടെ കൂടെ പോയി അവിടെ ചെന്നു. അവിടെ പരിപാടി അവതരിപ്പിച്ചു. അപ്പൊ ഒരു കരീം എന്ന് പറഞ്ഞ കാസർഗോഡുകാരന് എന്നോട് ഭയങ്കരമായിട്ടുള്ള സ്നേഹം. അദ്ദേഹം എനിക്ക് ആരുമില്ല, ഒരു ഫ്രണ്ട്സ് പോലും ഇല്ല. ദുബായിൽ ഞാൻ ആദ്യമായിട്ട് ഒരാൾ പോലും ഇല്ല. പക്ഷെ എനിക്ക് വൈകുന്നേരവും വിളക്കും ഒരു കുപ്പിയായിട്ട് വരും. കാരണം ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംഭവം വെച്ചാല് എന്നുള്ള കലാകാരനെ ആരാധിക്കുന്നു, ഇഷ്ടമാണ്, ആരാധനയാണ്. അതിലുപരി ഒരു കാക്കാന്നുള്ള ഒരു സ്നേഹം വേറെയുണ്ട്. നമ്മുടെ ആള്, അതെ, നമ്മുടെ ആളെന്നുള്ള സ്നേഹം വേറെ മനസ്സിലായി. അപ്പൊ ഇദ്ദേഹം വളരെ ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പലർക്കും ഇത് അസൂയായി. കാരണം എനിക്ക് മാത്രം ഈ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിരിയാണ്. സംഭവങ്ങൾ വെച്ചൊന്നുമില്ല, ഒരു കുപ്പി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അത് കിട്ടാന്ന് വെച്ചാൽ വലിയ കാര്യം അവിടെ. അപ്പോ ചെന്ന് ഡെയിലി പുള്ളി വരും. അപ്പൊ എന്റെ കേരളത്തിലെ മറ്റവന്മാരുടെ വെള്ളോടെയൊക്കെ അങ്ങനെ ഒരു ദിവസം ബേബി ഓസ്കറിന്റെ ബേബി ഇപ്പൊ ലണ്ടനിലോ മറ്റോ ഓസ്കറിന്റെ ഓണർ നിന്റെ എല്ലാം ഞാൻ പൊളിച്ചിരുന്നു. അങ്ങനെ ഇയാളോട് പറഞ്ഞു, കരീമിക്ക വന്നപ്പോൾ പറഞ്ഞു, കരീമിക്ക നിനക്കറിയാം ഇവൻ ഒരു കാക്കയൊന്നുമല്ല, ഇവൻ ഹിന്ദുവാണ് എന്ന് പറഞ്ഞു. പക്ഷെ കരീമിക്കൊന്ന് ചിരിച്ചു. ഈ ചിരിയിൽ പല അർത്ഥങ്ങളുണ്ടായിരുന്നു. കാരണം നഷ്ടപ്പെട്ടു പോയോ എന്തൊക്കെയോ സംഭവം ഉണ്ടായിരുന്നു. നമ്മുടെ ഒരാള് പോയി, ആ ആള് പോയല്ലോ എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ഈ കരീമിക്ക പറഞ്ഞു, അതിലൊക്കെ എന്തിരിക്കുന്നു, ജാതിയിലൊക്കെ ജാതി മതത്തില് നമ്മുടെ മനുഷ്യന്മാരിലെ കേരളീയരെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇദ്ദേഹത്തിന് മനസ്സിലൊരു വിഷമമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ബേബി പുറത്തേക്ക് പോയപ്പോഴും എന്നോട് പറഞ്ഞു, സലീമേ ഇപ്പൊ ഹിന്ദുവായാലും മുസ്ലിമായാലും സ്നേഹമാണ്. എന്നാൽ സത്യം പറ, സലീം ഹിന്ദുവാണെന്ന്. സലീമിന്റെ വായന കേട്ടാല് ഞാൻ അങ്ങനെ എന്നെ പുള്ളിനെ സകല എവിഡൻസും ഞാൻ കാണിച്ചു കൊടുത്തപ്പോ ബേബിനെ പുള്ളി തല്ലാനായിട്ട് തെറി പിടിച്ച ഒരു ഒന്നാം തരം മുസൽമാനൊക്കെ നീ ഹിന്ദുവാണെന്ന് പറഞ്ഞ് അങ്ങനെ അമ്മാതിരെ കുറെ സംഭവം. ഈ 18ാമത്തെ വയസ്സിൽ സുന്നത്ത് ഈ സമയത്ത് ഉപകരിച്ചു. ഈ സമയത്ത് മാത്രമല്ല, പല സമയത്ത് ഉപകരിച്ചിട്ടുണ്ട്. ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ട്. അതെ, അത് രക്ഷയില്ലാണ്ടായി. കാരണം ഒരു വിഭാഗത്തെ വിശ്വസിപ്പിച്ച് കളഞ്ഞു. ഓക്കെ. അപ്പൊ അതിന്റെ പേരിൽ തന്നെ എനിക്ക് ഇന്നും ഒരു ജാതി മത എന്റെ വീട്ടിലിരിക്കുന്ന ഒരേ ഒരു കണ്ടു കാണും ഒരു വിഗ്രഹം എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിന്റെ മുൾക്കിരീടം ചൂടിയ യേശുക്രിസ്തുവാണ്. കാരണം ഒരു ഗൃഹനാഥന്റെ അവസ്ഥ എന്റെ അവസ്ഥ അത് തന്നെയാണ്. അപ്പൊ അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു അവസ്ഥ അദ്ദേഹം അനുഭവിച്ച യാതനകളാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഒരു സിനിമയില്, അതായത് ഏതൊരു ചിത്രത്തില് 2020 ഒരു നായരെ കൊണ്ട് സല്യൂട്ട് അടിപ്പിച്ചപ്പോ എത്ര മനസ്സമാധാനം എന്ന് ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അത് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വന്നതാണോ, അല്ലെങ്കിൽ അത് പറഞ്ഞപ്പോ എന്തെങ്കിലും ഒരു സന്തോഷം തോന്നിയിരുന്നു? എന്തായാലും അതിനൊരു ചിരി തീർത്ത് കിട്ടി അല്ലേ. ഇത് എഴുതിയത് സിബി ഉദയൻ എന്ന് പറഞ്ഞ ആളുകളാണ്. ഈ സിബി ക്രിസ്ത്യാനിയാണ്, ഈ ഉദയൻ നായരാണ്. ഈ പടം നിർമ്മിച്ച അമ്മ എന്ന് പറഞ്ഞ അസോസിയേഷന്റെ സെക്രട്ടറി നായരാണ് മോഹൻലാലി. പ്രസിഡന്റ് ഇന്നസെന്റ് ക്രിസ്ത്യനാണ്. ഇത് കൊടുത്തത് ഈ പടം തുടർവൊക്കെ തീർക്കാം എന്ന് പറഞ്ഞ് കൊടുത്ത് വിതരണാവകാശം കൊടുത്തത് ദിലീപ് എന്ന് പറഞ്ഞൊരു നായകനാണ്. അപ്പോ ഒരു ഈഴവനായ ഞാൻ അത് പറഞ്ഞത് ഒരു ഈഴവനായ മുകേഷിനോടാണ്. അല്ല, നീ ഇത് ചിരിച്ചില്ലേ? അതെ, ഒരു കാക്കാക്ക് വരെ ചിരി വന്നത്. അപ്പൊ ഇതിനകത്ത് അപ്പോ ഈ കോമഡിയിൽ ജാതിയുണ്ടോ? അങ്ങനെ ജാതിയൊന്നുമില്ല. പണ്ടുണ്ടായിരുന്നു ഇങ്ങനെ കോമഡിയിൽ ജാതി ഉണ്ടായിരുന്നു. മുല്ലാക്ക ഫലിതങ്ങൾ, മുല്ലാക്കഥകൾ. മുല്ലാക്ക ഫലിതങ്ങൾ ഞാനൊരു ഇക്ക കൂട്ടി ബഹുമാനപൂർവ്വം വിളിച്ചു. പക്ഷെ എന്നേക്കാൾ കൂടുതൽ പ്രായം ഉണ്ടാവില്ല. ഈ മുല്ല നസൂദിനി എന്നേക്കാൾ കൂടുതൽ പ്രായമുണ്ട്. അതിന്റെ പേര് ഞാൻ മുല്ലയിക്കാന്ന് വിളിച്ചു. പക്ഷെ മുല്ലാക്ക എന്ന് പറയുന്നത് പള്ളിയില് അതെ, ഞങ്ങള് മുല്ലയിക്ക. നസൂദ് ഷാനിക്കന് നിങ്ങൾ നസൂദ് ഷാ എന്ന് വിളിക്കും, ഞാൻ നസൂദ് ഷായിക്കാന്ന് വിളിക്കും. അങ്ങനെ അടുപ്പം കൂടുന്തോറും പേരുകൾ തമ്മിലുള്ള സംഭവമുണ്ട്. അതേപോലെ മുല്ലാക്ക ഫലിതങ്ങള്, നമ്പൂരി ഫലിതങ്ങള് എന്നൊക്കെ പറഞ്ഞത് വർഗീയത ഉണ്ടായിരുന്നു അതിനകത്ത് ഫലിതങ്ങളിൽ. ഇന്ന് അങ്ങനെയൊന്നുമില്ല. അത് കുറച്ചു പേർക്ക് തോന്നലല്ലേ ഇങ്ങനെ. അത് നായർ ഫലിതം, അത് ഹിന്ദു ഫലിതം, അത് മുസ്ലിം ഫലിതം, ക്രിസ്ത്യൻ ഫലിതം, അങ്ങനെയൊന്നും ഫലിതത്തിന് അങ്ങനെ ജാതിയൊന്നുമില്ല. എന്താണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് സലീം കുമാറിന്റെ അടുത്ത്? ക്യാമ്പസ് കാലഘട്ടത്തിലൊക്കെ പാർട്ടി പ്രവർത്തനത്തിൽ വളരെ സജീവമായിരുന്നല്ലോ, അതിനുശേഷം ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതൊരു MLA സീറ്റ് മോഹിച്ചിട്ടാണോ?
അല്ല, MLA സീറ്റ് മോഹിച്ചാല് ഞാൻ ഏതായാലും ഒരു MLA-യോ MP-യോ മന്ത്രിയോ ആവാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാല് ഞാൻ വളരെ, എനിക്ക് അറിയാം ഇത് ഞാൻ സമ്പാദിച്ച പൈസയാണ്, എനിക്ക് അടിച്ചു പൊളിച്ച് നടക്കാം. ഞാനൊരു 2 ദിവസം MLA ആയിട്ടിരുന്നാല് ഇയാൾ തന്നെ ഇയാൾക്ക് പറയാം, താൻ കള്ളനല്ലടോ, താൻ ഗജാവ് കട്ടുപിടിച്ചല്ലോടോ എന്ന് പറയും. ഇപ്പൊ എന്നാണ് പറഞ്ഞത്, എനിക്ക് കാരണം കുറ്റിക്കരിക്കുക, ആര് കട്ടുപിടിച്ചത് അല്ലേ? അപ്പോ ഒരു പൊതുപ്രവർത്തകനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും തറച്ച് കാണിക്കാം. 2 ദിവസം ഇരുന്ന് മതി. ഇനി കക്കാൻ പോയിട്ട് തിരുവനന്തപുരത്ത് സത്യപ്രതിജ്ഞയ്ക്ക് എത്താൻ പോലും സമയം എത്ര നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ കള്ളാന്ന് വിളിക്കാം. അപ്പൊ എനിക്ക് ആ അഹങ്കാരത്തോടുകൂടി ജീവിക്കണമെങ്കിൽ എനിക്ക് പറ്റില്ല. അതിന്റെ പേരില്ല, എനിക്ക് ആഗ്രഹമില്ലാണ്ടല്ല, ആഗ്രഹമുണ്ട്. പക്ഷെ എന്റേതായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരിക്കലും ഒരു MLA-യോ MP-യോ ഒരു പഞ്ചായത്ത് മെമ്പർ വരെ എനിക്ക് ഞാൻ ആകരുത് എന്ന് ആഗ്രഹിക്കുന്നതാണ്. ആകരുത്, ആവില്ല എന്ന് ഉറച്ച വിശ്വാസം. അപ്പൊ അതിന്റെ അർത്ഥം അങ്ങനെ പഞ്ചായത്ത് മെമ്പറോ MLA-യോ MP-യോ ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഖജനാവ് കട്ടുപിടിക്കാനായിട്ട് താല്പര്യമുണ്ടെന്നുള്ളതാണോ? താല്പര്യമുണ്ടെന്നല്ല, നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സംഭവമുണ്ട്. എത്ര സത്യസന്ധ, അതിന് ഞാൻ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് MK കൃഷ്ണൻ വനം വകുപ്പ് മന്ത്രിയായിരുന്നു. MK കൃഷ്ണൻ വനം വകുപ്പ് മന്ത്രി. അപ്പൊ ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. അപ്പോ ഒരിക്കലും ജാഥ പോയിക്കുമ്പോ ഞാൻ പറഞ്ഞു, അങ്ങനെ ഞാനല്ല ഏറ്റവും പറഞ്ഞാൽ കള്ള MK കൃഷ്ണ എന്ന് വിളിച്ച്, ചന്ദനം കള്ള MK കൃഷ്ണ എന്ന് വിളിച്ചിട്ട് ഒരു ജാഥ പോയി. ഞങ്ങൾ ആവേശത്തോട് ഈ മുദ്രാവാക്യം ഏറ്റുപിടിച്ചു. ഈ MK കൃഷ്ണൻ ഞാറക്കാരനാണ്. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പോയിരുന്നു. അദ്ദേഹത്തെ ദയിപ്പിക്കാൻ 2 സെന്റ് സ്ഥലം പോലും ഉണ്ടായി. ഇത്ര നാള് വനം വകുപ്പ് മന്ത്രിയായിരുന്ന ആള് മരിച്ചു കഴിഞ്ഞപ്പോൾ ദയിപ്പിക്കാൻ 2 സെന്റ് മണ്ണ് പോലും സ്വന്തമില്ലാത്ത ഒരാളെയാണ് ഞാൻ പണ്ട് ചന്ദനം കള്ള, മറ്റേ കള്ള, മറിച്ച കള്ള വിളിച്ചത്. അതോർത്ത് ഇന്നും എന്റെ മനസ്സ് വേദനിക്കുന്നു. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ ഏറ്റവും ആദരിക്കുന്ന നേതാവ് ആരാണെന്ന് കോൺഗ്രസുകാരനായ സലീം കുമാറിനടുത്ത് ചോദിച്ചാൽ ആരാണ്?